ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് മിറാഷ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. 10th പ്ലസ് 2 നമുക്ക് പഠിക്കാനുള്ളതാണ്. പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. ഇറ്റ്സ് ആൻ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. ഒരു പ്രകൃതിയുടെ ഒരു മാജിക്ക് അല്ലെങ്കിൽ ഒരു കൺകെട്ട് വിദ്യ എന്നൊക്കെ പറയാം. ഇതിൻ്റെ സ്പെല്ലിങ് MIRAGE. ചിലരത് മിറേജ് എന്ന് പ്രൊനൗൺസ് ചെയ്യും. ഓക്കെ, ആക്ച്വലി മിറാഷ് എന്നാണ്. എന്താണ് മിറാഷ്? ഇത് നല്ല ചൂടുള്ള ദിവസങ്ങളിൽ, ഹോട്ട് ഡേയ്സ്, സണ്ണി ഡേയ്സിൽ, ഡെസേർട്ട്സിൽ, അല്ലെങ്കിൽ നല്ല ഹൈവേയിലൊക്കെ നമുക്ക് റോഡിൽ വെള്ളം തളം കെട്ടി കിടക്കുന്നത് പോലൊരു ഫീലിംഗ് ഉണ്ടാവും. നമ്മൾ വാഹനം ഓടിച്ച് പോകുമ്പോൾ അങ്ങ് മുൻപിലായിട്ട് വെള്ളം തളം കെട്ടി കിടക്കുന്ന ഒരവസ്ഥ, മഴ പെയ്തോ എന്നൊരു പ്രതീതി ജനിപ്പിക്കും. ആക്ച്വലി നമ്മൾ വണ്ടി ഓടിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും അവിടെ അങ്ങനെ വെള്ളം ഉണ്ടാകത്തില്ല, ഒന്നും കാണാൻ സാധിക്കില്ല. ഇതൊരു മരീചികയാണ്, ഒരു തോന്നലാണ്, ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് മിറാഷ്. അതിൻ്റെ പിന്നിലെ സയൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് മിറാഷ് മനസ്സിലാകണമെങ്കിൽ നമ്മൾ 3 പദങ്ങൾ, ടേംസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിലൊന്ന് റിഫ്രാക്ഷൻ എന്ന് പറയുന്നതാണ്. 2 ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്ന ടേം. 3 ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ടേം. ഇത് 3 മനസ്സിലായാൽ മാത്രമേ നമുക്ക് മിറാഷ് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഫിസിക്സ് അറിയാവുന്നവർ ഇരിപ്പുണ്ടാവും, ഈ വീഡിയോ കാണുന്നുണ്ടാവും, ബേസിക് സയൻസ് ഐഡിയ ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ഈ 3 ടേംസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫിസിക്സ് ബേസിക് അറിയാവുന്നവർക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ നമുക്ക് മിറാഷിലേക്ക് കടക്കാം. പക്ഷെ എല്ലാവർക്കും മനസ്സിലാവുന്നതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ട് ഈ 3 ടേംസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ആദ്യം എന്താണ് റിഫ്രാക്ഷൻ നോക്കാം. എന്താണ് റിഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് ഈസ് കോൾഡ് റിഫ്രാക്ഷൻ. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ എയറിൽ നിന്ന് വാട്ടറിലേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ വാട്ടറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോൾ, ഏതെങ്കിലും ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാത്തിന് ഡീവിയേഷൻ സംഭവിക്കുന്നു, അതിൻ്റെ പാത്തിന് ബെൻഡിങ് സംഭവിക്കുന്നു. ദാറ്റ് ബെൻഡിങ് ഈസ് കോൾഡ് റിഫ്രാക്ഷൻ. ഞാനൊന്ന് പടം വരച്ച് കാണിച്ചു തരാം, നോക്കാം നമുക്ക്. ഓക്കെ, ഇത് എയർ ആണെന്ന് വിചാരിക്കുക, ഇത് വാട്ടർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് എയർ ആണ്, വാട്ടർ ആണ്. രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സർഫസ് ഓഫ് സെപ്പറേഷൻ ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. എയറിൽ നിന്ന് ഒരു ലൈറ്റ് വരികയാണ്, എയറിൽ നിന്ന് ഒരു ലൈറ്റ് വരികയാണ്. ഇതാണ് ഇൻസിഡന്റ് റേ. ഒരു ലൈറ്റ് വരികയാണ്, ആ ലൈറ്റ് ഇങ്ങനെ പോകേണ്ടതാണ്, ഇങ്ങനെയാണ് ആ ലൈറ്റ് ട്രാവൽ ചെയ്യേണ്ടത് ആക്ച്വലി. പക്ഷെ ട്രാവൽ ചെയ്യത്തില്ല. അതിൻ്റെ പാത്തിന് ഒരു ബെൻഡിങ് സംഭവിക്കും. ആ ബെൻഡിങ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റൊരു ടേം വേണം. അതാണ് നോർമൽ എന്ന് പറയുന്നത്. നോർമൽ മീൻസ് എ പെർപെൻഡിക്കുലർ. ആ സർഫസ് ഓഫ് സെപ്പറേഷന് ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ചിരിക്കുകയാണ്. ഓക്കെ, ആ പെർപെൻഡിക്കുലർ വെച്ചിട്ടാണ് നമ്മളിത് ബെൻഡിങ് എങ്ങോട്ടാണെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈന് പോവുകയാണ്. സോ ഒരു ജംഗ്ഷൻ എത്തി, നമുക്ക് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യാം, റൈറ്റിലേക്ക് ടേൺ ചെയ്യാം, എങ്ങോട്ട് വേണമെങ്കിലും ടേൺ ചെയ്യാം, അത് നമ്മുടെ ഇഷ്ടം. പക്ഷെ ലൈറ്റ് അങ്ങനെയല്ല. ലൈറ്റ് വന്നു കഴിയുമ്പോൾ ഈ പാത്തിൽ വെച്ച്, ഈ പോയിന്റിൽ വെച്ച് അതിൻ്റെ പാത്തിന് ബെൻഡിങ് സംഭവിക്കും. ഒന്നല്ലെങ്കിൽ നോർമലിന് അടുത്തേക്ക് ബെൻഡ് ചെയ്യും, അല്ലെങ്കിൽ നോർമലിന് അകന്ന് ബെൻഡ് ചെയ്യും. എങ്ങോട്ടേക്കാണ് ബെൻഡ് ചെയ്യേണ്ടത്? അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ലൈറ്റ് എയറിൽ നിന്ന് വാട്ടറിലേക്ക്, എയർ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് റേറർ മീഡിയം, വാട്ടർ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡെൻസർ മീഡിയം കമ്പയർ വിത്ത് എയർ. അപ്പോൾ ലൈറ്റ് എയറിൽ നിന്ന് വാട്ടറിലേക്കാണെങ്കിൽ, അതായത് കട്ടി കുറഞ്ഞ മീഡിയം, അതാണ് റേറർ മീഡിയം. ഏറ്റവും റേറർ മീഡിയം, റേറസ്റ്റ് മീഡിയം ആണ് എയർ. അപ്പോൾ എയറിൽ നിന്ന് വാട്ടറിലേക്ക്, അതായത് റേറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് കടക്കുന്നതെങ്കിൽ അത് എങ്ങോട്ടടിയും? ബെൻഡ് ടുവാർഡ്സ് ദ നോർമൽ. നോർമലിന് അടുത്തേക്ക് ഓടിയും. നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെ പോകേണ്ട റേ ആയിരുന്നു, അത് ഓടിയും. ബെൻഡ് ടുവാർഡ്സ് ദ നോർമൽ, നോർമലിന് അടുത്തേക്ക് ഓടിയും. സോ ഇങ്ങനെയാണ് ഓടിയുന്നത്. സോ ഇങ്ങനെ ഒരു റേ ഉണ്ടാകത്തില്ല. അപ്പോൾ ആക്ച്വലി ലൈറ്റ് ഇങ്ങനെ വരുന്നു, എയർ വാട്ടർ സർഫസ് ഓഫ് സെപ്പറേഷനിൽ വന്ന് വീഴുന്നു, എവിടെ വെച്ച് ലൈറ്റ് ബെൻഡ് ചെയ്യുന്നു. ദിസ് ബെൻഡിങ് ഈസ് കോൾഡ് റിഫ്രാക്ഷൻ. അപ്പോൾ ഇതിന് നമുക്ക് I, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കാം. ഇത് നമുക്ക് R, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് വിളിക്കാം. ഇപ്പോൾ ലൈറ്റ് എയറിൽ നിന്ന് വാട്ടറിലേക്ക് വന്ന് വീണത്, തിരിച്ചു സംഭവിക്കാം. വാട്ടറിൽ നിന്ന് എയറിലേക്ക്, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റേറർ മീഡിയത്തിലേക്ക് സംഭവിക്കാം. നോക്കാം നമുക്ക്.
ഇതാണ് വാട്ടർ, ഇതാണ് എയർ. ഓക്കെ, വാട്ടറിൽ നിന്ന് എയറിലേക്ക് വന്ന് വീഴാൻ പോവുകയാണ്. ലൈറ്റ് വന്ന് വീഴുന്നു. നോക്കാം നമുക്ക്. ഇങ്ങനെ പോകേണ്ടതായിരുന്നു. ലൈറ്റ് വാട്ടറിൽ നിന്ന് എയറിലേക്ക് വന്ന് വീഴുന്നു. ഇങ്ങനെ പോകേണ്ടതായിരുന്നു. പോകൂല, ബെൻഡ് ചെയ്യും, ഒടിയും. എങ്ങോട്ട് കൊടിയോ നോക്കാം. അത് നമ്മൾ നോർമൽ വരക്കണം. ഞാൻ ഒരു നോർമൽ വരക്കാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പൊ ലൈറ്റ് ഇവിടെ എവിടെ നിന്ന് വന്നത്? എയറിൽ നിന്ന് വാട്ടറിലേക്ക്. അപ്പൊ നോർമലിന് അടുത്തേക്ക് ഒടിഞ്ഞു. ഇവിടെ എവിടെ നിന്ന്? വാട്ടറിൽ നിന്ന് എയറിലേക്ക്. നോർമലിന് പുറത്തേക്ക് ഒടിയും. ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. ഓക്കെ, ഇങ്ങനെ പോകേണ്ടതായിരുന്നു, പോകത്തില്ല, പുറത്തേക്ക് ഒടിയും. ഇങ്ങനെ പോകത്തില്ല, പുറത്തേക്ക് ഒടിയും. സോ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പൊ ദിസ് ബെൻഡിങ് ഓഫ് ലൈറ്റ്, ഈ ബെൻഡിങ് ഓഫ് ലൈറ്റിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ. അപ്പൊ ആ ലൈറ്റിന്റെ പാത്തിന് ഒരു ഡീവിയേഷൻ സംഭവിച്ചു. എയറിൽ നിന്ന് വാട്ടറിലേക്ക്. റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം ആണെങ്കിൽ ബെൻഡ് ടുവാർഡ്സ് ദ നോർമൽ. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്കാണെങ്കിൽ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. ഇവിടെ അതിനെക്കാട്ടിയും ചെറുതാണ് ആറ്, ഇവിടെ അതിനെക്കാട്ടിയും വലുതാണ് ആറ്. അപ്പൊ എന്ത് മനസ്സിലായി? വാട്ടറിൽ നിന്ന് എയറിലേക്ക്, അതായത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ, അതിനെക്കാട്ടിയും വലുതായിരിക്കും ആറ്. ഇതാണ് നമുക്ക് ആവശ്യം. ഇത് മനസ്സിലായാലേ നമുക്ക് മിറാഷ് മനസ്സിലാവുള്ളൂ. സോ ഈ പടം തന്നെ ഞാൻ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് വലുതാക്കി വരക്കാൻ പോവുകയാണ്. ഓക്കെ, നോക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ പടം. വാട്ടർ, എയർ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ലൈറ്റ് വാട്ടറിൽ നിന്ന് എയറിലേക്ക്, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക്. ഓക്കെ, ഒരു നോർമൽ എടുക്കുകയാണ്. ഒരു ഇൻസിഡന്റ് റേ സങ്കല്പിക്കുകയാണ്. ഇതാണ് ഇൻസിഡന്റ് റേ. ഓക്കെ, ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇത് ഇങ്ങനെ പോകേണ്ടതായിരുന്നു, പക്ഷെ പോകത്തില്ല, ബെൻഡ് ചെയ്യും, ഒടിഞ്ഞു. ഓക്കെ, ഇത് ഇൻസിഡന്റ് റേ, ഇത് റിഫ്രാക്റ്റഡ് റേ. ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പൊ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പയ്യെ കൂട്ടുകയാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വീണ്ടും കൂട്ടുകയാണ്. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുന്നതനുസരിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂടും. നോക്കാം നമുക്ക്. ആ ലൈറ്റ് ഒന്നും കൂടി ബെൻഡ് ആവും. യെസ്, ലൈറ്റ് ഒന്നും കൂടി ബെൻഡായി. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വീണ്ടും നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വീണ്ടും നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു. യെസ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വീണ്ടും നമ്മൾ ഇൻക്രീസ് ചെയ്തു. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വീണ്ടും ഇൻക്രീസ് ചെയ്യും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുന്നതനുസരിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും വീണ്ടും ഇൻക്രീസ് ചെയ്യും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഇൻക്രീസ് ചെയ്തു. അങ്ങനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുന്നു, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുന്നു, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടുന്നു. അങ്ങനെ ഒരു പ്രത്യേക ആംഗിൾ എത്തുമ്പോൾ അറ്റ് എ പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നോക്കാം നമുക്ക്. അറ്റ് എ പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരുമ്പോൾ അതാണ് I = C. നമ്മൾ ക്രിട്ടിക്കൽ ആംഗിളിലേക്ക് വരാൻ പോവുകയാണ്. അങ്ങനെ ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വരുമ്പോൾ ഈ റേ റിഫ്രാക്ട് ചെയ്ത് ആ സർഫസിനെ തൊട്ടുരുമി കടന്നു പോകും. ദ റിഫ്രാക്റ്റഡ് റേ ജസ്റ്റ് ഗ്രേസസ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ. ദിസ് റിഫ്രാക്റ്റഡ് റേ ജസ്റ്റ് ടച്ചസ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ. ദാറ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ ആംഗിൾ. ഇപ്പം എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ? അതാണ് നമ്മൾ ഫസ്റ്റ് റിഫ്രാക്ഷൻ പറഞ്ഞു കഴിഞ്ഞു, റിഫ്രാക്ഷൻ കൂടെ പറഞ്ഞു കഴിഞ്ഞു, ഇപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ പറഞ്ഞു കഴിഞ്ഞു. സോ എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ? ലൈറ്റ് വാട്ടറിൽ നിന്ന് എയറിലേക്ക് ഓർ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് വന്ന് വീഴുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുന്നതനുസരിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടും. അങ്ങനെ ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരുമ്പോൾ ആ റിഫ്രാക്റ്റഡ് റേ ആ സർഫസ് ഓഫ് സെപ്പറേഷന് തൊട്ടുരുമി കടന്നു പോകും. ആ സമയത്തുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അടുത്ത ടൈമിലേക്ക് കടക്കുന്നു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. നമ്മളൊന്നുമില്ല, വീണ്ടും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വീണ്ടും നമ്മൾ കൂട്ടുകയാണ്. എഗെയിൻ വി ഇൻക്രീസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ വീണ്ടും കൂട്ടുകയാണ്. അതായത് I is greater than C. ഇതാണ് I is equal to C. ഈ റേ ആണ് I is equal to C. ക്രിട്ടിക്കൽ ആംഗിൾ ആണത്, ഈ ആംഗിൾ ആണ് ക്രിട്ടിക്കൽ ആംഗിൾ ആണത്. ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടി വീണ്ടും നമ്മൾ കൂട്ടുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. എന്ത് സംഭവിക്കും? ഇതിങ്ങനെ ഒടിഞ്ഞ് എവിടം വരുത്തി? സർഫസിൽ വരുത്തി. I വീണ്ടും കൂട്ടുമ്പോൾ the entire light reflected back to the same medium. This phenomenon is called
ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇപ്പം എന്തായിക്കോട്ടെ, 3 ടേം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഈ 3 ടേം മനസ്സിലായാൽ മാത്രമേ നമുക്ക് മിറാഷിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. തന്നെ ഓടിച്ചിട്ട് പറയുന്നു എന്താണ് റിഫ്രാക്ഷൻ. നമ്മുടെ ഫസ്റ്റ് ടേം എന്താണ് റിഫ്രാക്ഷൻ. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് വന്ന് വീഴുമ്പോൾ അത് റെയറർ ടു ഡെൻസർ ആയാലും കൊള്ളാം, ഡെൻസർ ടു റെയർ ആയാലും കൊള്ളാം. വെൻ ലൈറ്റ് ട്രാവൽ ഫ്രം വൺ ട്രാൻസ്പാരന്റ് മീഡിയം ടു അനദർ മീഡിയം, it bend its path, deviate its path. That bending of light is called refraction. ആ ലൈറ്റിന്റെ ബെൻഡിങ്ങിന്, ആ പാത്തിന്റെ ഡീവിയേഷൻ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് വന്ന് വീഴുകയാണ്. അത് എങ്ങനെ തന്നെ ആയിരിക്കണം? ക്രിട്ടിക്കൽ ആംഗിൾ ഉണ്ടാകണമെങ്കിൽ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാകണമെങ്കിൽ ഒരു കണ്ടീഷൻ മസ്റ്റാണ്. എന്താണ്? ലൈറ്റ് എവിടെ നിന്ന് എങ്ങോട്ട് പാസ് ചെയ്യണം? ഡെൻസർ ടു റെയറർ. ഡെൻസർ മീഡിയത്തിൽ നിന്ന്, കട്ടി കൂടിയ മീഡിയം, ഡെൻസർ മീഡിയം അതാണ് എക്സാമ്പിൾ വാട്ടർ. റെയറർ മീഡിയം അതാണ് എക്സാമ്പിൾ എയർ. അപ്പൊ വാട്ടറിൽ നിന്ന് എയറിലേക്ക്, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് വന്ന് വീഴുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുന്നതനുസരിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂടിക്കൊണ്ടിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുന്നതനുസരിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ കൂടി ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരുമ്പോൾ ആ റിഫ്രാക്റ്റഡ് റേ ഒടിഞ്ഞ് ആ സർഫസിനെ തൊട്ടുരുമി കടന്നു പോകും. ആ വാട്ടർ എയർ സർഫസിനെ തൊട്ടുരുമി കടന്നു പോകും. ആ സമയത്തുണ്ടാകുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? വീണ്ടും നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുകയാണ്. ആ ക്രിട്ടിക്കൽ ആംഗിൾ കഴിഞ്ഞു വീണ്ടും, ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്, ഇതാണ് മിറാഷിന് കാരണം. ആ ക്രിട്ടിക്കൽ ആംഗിൾ കഴിഞ്ഞ വീണ്ടും നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിയാൽ ദ എൻറ്റയർ ലൈറ്റ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സെയിം മീഡിയം. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇത് ഞാനിപ്പോൾ ഒരു എക്സ്പെരിമെന്റിലൂടെ നിങ്ങളെ കാണിച്ചു തരാൻ പോവുകയാണ്. നോക്കാം നമുക്ക് ആ എക്സ്പെരിമെന്റ്. ലൈറ്റ് ഒരു ഗ്ലാസ് സ്ലാബിലൂടെ കടത്തിവിടാൻ പോവുകയാണ്. നോക്കിയെന്നുള്ളൂ. ഒരു ഗ്ലാസ് സ്ലാബ് എടുത്തു, സെമി സർക്കുലർ ഷേപ്പിലുള്ള ഗ്ലാസ് സ്ലാബ് എടുത്തു. അതിൻ്റെ സെൻറ്ററിലൂടെ ലൈറ്റ് കടത്തിവിട്ടു. യാതൊരു ബെൻഡിങ്ങും ഇല്ല, ലൈറ്റ് നേരെ കടന്നു പോയി. ഇനി പയ്യെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുകയാണ്. സാവധാനം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുന്നു. അതനുസരിച്ച് ആ ലൈറ്റ് പയ്യെ ബെൻഡ് ചെയ്യാൻ തുടങ്ങുന്നത് നിങ്ങൾ കണ്ടേ. ഇപ്പം ലൈറ്റ് സ്ട്രെയിറ്റ് ലൈൻ അല്ല, ലൈറ്റിന് ബെൻഡ് സംഭവിച്ചു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുന്നതനുസരിച്ച് അതിൻ്റെ ബെൻഡിങ്ങും കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. കണ്ടോ? ആ റേയുടെ ബെൻഡിങ് കൂടുന്നത് കണ്ടോ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുന്നതനുസരിച്ച് ആ ബെൻഡിങ്ങും കൂടി വരുന്നു. ഒരു പ്രത്യേക ആംഗിൾ എത്തുമ്പോഴേക്കും ഇത് നോക്കിക്കോളൂ. യെസ്, ദിസ് ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ. ആ സർഫസിലൂടെ ടച്ച് ചെയ്ത് കടന്നു പോകുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? കണ്ട, എൻറ്റയർ ലൈറ്റ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സെയിം മീഡിയം. ആ സെയിം മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്തു. കണ്ട, ആ സെയിം മീഡിയത്തിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്തു. ഇതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ഇത്രയും മനസ്സിലായ സ്ഥിതിക്ക്, അതായത് റിഫ്രാക്ഷനും ക്രിട്ടിക്കൽ ആംഗിളും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും മനസ്സിലായ സ്ഥിതിക്ക് നമ്മളിനി കാര്യത്തിലേക്ക് കടക്കാം. മിറാഷ്, അതായത് പ്രകൃതിയിൽ ഞാൻ തുടക്കത്തിൽ വീഡിയോ കാണിച്ച പോലെ ആ പ്രകൃതിയിൽ ഈ മിറാഷ് എങ്ങനെ സംഭവിക്കുന്നത്, റോട്ടിലെ വെള്ളം കിടക്കുന്നത് പോലെ ഫീലിംഗ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഓക്കെ, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് വായുപാളികളാണ്. ഞാൻ ഈ വരച്ചിരിക്കുന്നത് വായുപാളികളാണ്. ഓക്കെ, ഇത് റോഡാണെന്ന് വിചാരിക്കുക. നമ്മുടെ ടാർ റോഡ് അല്ലെങ്കിൽ ഡെസേർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു പ്രതലം, ഓക്കെ, എർത്ത് സർഫസ് എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ കാണിച്ചിരിക്കുന്നത് എയർ ലെയേഴ്സാണ്. നമുക്കറിയാം അറ്റ്മോസ്ഫിയറിലെ കുറേ വായുപാളികൾ, എയർ ലെയേഴ്സ് ഉണ്ടെന്നറിയാം. അപ്പോൾ ഇതിനകത്ത് ഡെൻസിറ്റി കൂടിയത് എപ്പോഴും താഴ്ന്നു കിടക്കും. നമുക്കറിയാം ഡെൻസിറ്റി അറിയാം. എന്താണ് ഡെൻസിറ്റി? സാന്ദ്രത. ലളിതമായ ഭാഷ പറഞ്ഞാൽ എൻ്റെ ഒരു തിക്നെസ് അല്ലെങ്കിൽ ഹാർഡ്നെസ് അല്ലെങ്കിൽ കട്ടിപ്പ് എന്നൊക്കെ പറയാം. അപ്പോൾ ഡെൻസിറ്റി കൂടിയ വസ്തുക്കൾ താഴ്ന്നു കിടക്കും. നമുക്കറിയാം വെള്ളവും വെളിച്ചെണ്ണയും അല്ലെങ്കിൽ മണ്ണെണ്ണയും കൂടി മിക്സായി കഴിഞ്ഞാൽ മിക്സാകത്തതിന് കാരണം മണ്ണെണ്ണയ്ക്ക് ഡെൻസിറ്റി കുറവാണ്, വെള്ളത്തിന് ഡെൻസിറ്റി കൂടുതലാണ്. വെള്ളം ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് വെള്ളം താഴ്ന്നു കിടക്കുന്നു, മണ്ണെണ്ണയ്ക്ക് ഡെൻസിറ്റി കുറവായതുകൊണ്ട് മണ്ണെണ്ണ പൊങ്ങിക്കിടക്കുന്നു. അപ്പോൾ ഡെൻസിറ്റി കൂടിയത് എപ്പോഴും താഴ്ന്നു കിടക്കും. അപ്പോൾ ഡെൻസിറ്റി കൂടിയ ലെയറുകൾ താഴ്ന്നു കിടക്കും. മുകളിലോട്ട് പോകുന്നതും എയറിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു വരും. മുകളിലോട്ട് പോകുന്നതും എയറിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു വരും. എന്നാൽ ഈ മിറാഷ് പഠിക്കുമ്പോൾ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ എല്ലാ ദിവസവും എല്ലായിടത്തും കാണാൻ സാധിക്കില്ല. നല്ല ചൂടുള്ള ദിവസം റോഡ് നല്ല ചുട്ടുപഴുത്ത് കിടക്കുമ്പോൾ മാത്രമേ ഈ പ്രതിഭാസം കാണാൻ പറ്റുള്ളൂ. ഈ രാവിലെ പകൽ സമയത്തോ അല്ല വൈകുന്നേരം സമയത്തോ ഒന്നും കാണാൻ പറ്റില്ല. നല്ല ഹോട്ട് ഡേയ്സ്, നല്ല ചൂടുള്ള ദിവസം, നട്ടുച്ചയ്ക്ക് ഹൈവേ പോലുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഡെസേർട്സിലൊക്കെ മാത്രമേ ഈ പ്രതിഭാസം കാണാൻ പറ്റുള്ളൂ. എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമുക്കറിയാം ഡെൻസിറ്റി കൂടിയ വസ്തുക്കൾ താഴ്ന്നു കിടക്കും അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടിയ എയർലേസ് താഴ്ന്നു കിടക്കും നമുക്കറിയാം. എന്നാൽ
നല്ല ചൂടുള്ള ദിവസം ഈ ടാർ റോഡുമായി കോണ്ടാക്ട് വരുന്ന എയർ ലേയേഴ്സ്, ഈ ടാർ റോഡുമായി കോണ്ടാക്ട് വരുന്ന എയർ ലേയേഴ്സ് ചൂട് പിടിച്ചിട്ട് ബിക്കം ലെസ് ഡെൻസർ, അതിന് ഡെൻസിറ്റി കുറയും. ആ ഡെൻസിറ്റി കുറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഡെൻസിറ്റി കുറഞ്ഞതാണ് എന്താ? റെയറർ മീഡിയം. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മുകളിലുള്ള ലെയർ എന്തായിരിക്കും? കുറച്ചും കൂടി ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ താഴെ കിടക്കുന്ന ലെയേഴ്സ്, റോഡുമായി കോണ്ടാക്ട് വരുന്ന എയർ ലെയേഴ്സ്, അത് ബിക്കംസ് ലെസ് ഡെൻസർ അഥവാ റെയറർ മീഡിയം. അപ്പം മുകളിലെ മീഡിയം എന്തായിരിക്കും? ഡെൻസർ മീഡിയം ആയിരിക്കും. ഇത് എപ്പോഴും ഇങ്ങനെ സംഭവിക്കില്ല. നോർമൽ കേസിൽ നേരെ തിരിച്ചാണ് വരേണ്ടത്. ഡെൻസിറ്റി കൂടിയത് താന്ന് കിടക്കണം, ഡെൻസിറ്റി കുറഞ്ഞ റെയറർ മുകളിൽ കിടക്കണം. എപ്പോഴും അങ്ങനെയാണ്. എന്നാൽ ഈ ഒരു സ്പെഷ്യൽ കേസാണ്, ഈ മിറാഷ് ഉണ്ടാകുന്ന സ്പെഷ്യൽ കേസ് ഈ ഡെസേർട്സിൽ അല്ലെങ്കിൽ ഈ സാധാരണ നമ്മുടെ ഹൈവേസിലൊക്കെ നട്ടുച്ച നേരത്ത് റോഡ് ചൂട് പിടിക്കുന്നത്, പ്രതലം ചൂട് പിടിക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ പ്രതലവുമായി കോണ്ടാക്ട് വരുന്ന, ഈ സർഫസുമായി കോണ്ടാക്ട് വരുന്ന എയർ മോളിക്യൂൾസ് ബിക്കം ലെസ് ഡെൻസർ. അപ്പോൾ എന്തായി മാറും? അത് റെയററുമായി മാറും, റെയറർ മീഡിയമായി മാറും. അപ്പോൾ കമ്പാരിറ്റീവ്ലി മുകളിലത്തെ മീഡിയമാണ് എന്ത്? ഡെൻസർ മീഡിയം. ഓക്കെ, ഇവിടെ ലൈറ്റ് വരികയാണ്. ലൈറ്റ് ഇത് സണ്ണാണ്, സണ്ണിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ട്. സണ്ണിൽ നിന്ന് ലൈറ്റ്, ഇവിടെ ഞാൻ ഒരു ട്രീ വരച്ചിട്ടുണ്ട്. സണ്ണിൽ നിന്ന് ലൈറ്റ് ട്രീയിൽ വന്ന് വീഴുകയാണ്. നോക്കാം നമുക്ക്. സണ്ണിൽ നിന്ന് ലൈറ്റ് ട്രീയിൽ വന്ന് വീഴുന്നു. ഓക്കെ, ട്രീയിൽ വന്ന് വീഴുന്നു. ട്രീ എന്ത് ചെയ്യുന്നു? ആ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ഒബ്സർവർ ഇരിക്കുന്നു വിചാരിക്കുക, ഒരു ഒബ്സർവർ. ഓക്കെ, ഇവിടെ നിന്ന് ആ റിഫ്ലക്ട് ഇമേജ് നമ്മുടെ കണ്ണിൽ വന്ന് വീഴുന്നു. അങ്ങനെയാണ് നമ്മൾ ആ ട്രീനെ കാണുന്നത്. നമുക്കറിയാം ഒരു വസ്തുവിനെ നമ്മൾ എങ്ങനെ കാണുന്നത്? ഒരു വസ്തുവിനെ നമ്മൾ എങ്ങനെ ഒബ്സർവ് ചെയ്യണത്? ലൈറ്റ് വന്ന് ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ വന്ന് വീണിട്ട് അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിൽ വന്ന് വീഴണം. അപ്പോഴേ നമുക്ക് ആ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് രാത്രി സമയങ്ങളും വെളിച്ചമില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഒരു വസ്തുവിനെ കാണാൻ സാധിക്കാത്തത്. അപ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ കാണണമെങ്കിൽ ലൈറ്റ് വന്ന് ആ ഒബ്ജക്റ്റിൽ വന്ന് വീണിട്ട് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിൽ വന്ന് വീണാൽ മാത്രമേ ആ വസ്തുവിനെ നമ്മൾ കാണുള്ളൂ. സോ ഇവിടെ നിന്ന് സൺലൈറ്റ് വന്ന് വീഴുന്നു, അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് ഒബ്സർവറിൻ്റെ കണ്ണിൽ വന്ന് വീഴുന്നു. അങ്ങനെ ട്രീനെ കാണാം. നമ്മുടെ വിഷയം അതല്ല. നോക്കാം നമുക്ക്. ട്രീ ആ ലൈറ്റിനെ ഇങ്ങനെ ഓൾ ഡയറക്ഷനിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ ഒരു റിഫ്ലക്റ്റഡ് ഇമേജ് എടുക്കുകയാണ് ഞാൻ. ഒരു റിഫ്ലക്റ്റഡ് ഇമേജ് എടുത്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇൻസിഡന്റ് റേ. ഇത് ഒരു എയർ ലെയറിൽ വന്ന് വീഴുന്നു. ഓക്കെ, നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നോർമൽ കൺസിഡർ ചെയ്താൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഇതിങ്ങനെ പോകേണ്ടതായിരുന്നു, ഇങ്ങനെ പോകേണ്ടതായിരുന്നു. ഇത് ഡെൻസർ ആണ്, ഇത് റെയറർ ആണ്. മോളിത്തെ ലെയർ ഡെൻസർ മീഡിയം ആണ്, താഴത്തെ ലെയർ റെയറർ മീഡിയം ആണ്. വെൻ ലൈറ്റ് ട്രാവൽ ഫ്രം ഡെൻസർ ടു റെയറർ, നേരത്തെ പഠിച്ചു. ബെൻഡ് എവേ ഫ്രം ദ നോർമൽ, ഇങ്ങനെ പോകേണ്ടതായിരുന്നു. അത് ഒടിയും, കണ്ടോ? ജസ്റ്റ് ബെൻഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ അടുത്ത ലെയറിൽ വന്ന് വീഴുന്നു. എന്ത് സംഭവിക്കുന്നു? അവിടെയും നമ്മൾ നോർമൽ വരക്കുക. ഈ ലൈറ്റ് ഇങ്ങനെ പോകേണ്ടതായിരുന്നു, ബെൻഡ് ചെയ്യും. ഓ യെസ്, ബെൻഡ് ചെയ്തു. വീണ്ടും ബെൻഡ് ചെയ്യുന്നു. അങ്ങനെ ലൈറ്റ് വന്ന് വീഴുന്നു, ബെൻഡ് ചെയ്യുന്നു. ലൈറ്റ് വന്ന് വീഴുന്നു, ബെൻഡ് ചെയ്യുന്നു. അങ്ങനെ ബെൻഡ് ചെയ്ത് ഒരു പ്രത്യേക ആംഗിളിൽ വന്ന് വീഴുമ്പോൾ, എന്താണ് ആ പ്രത്യേക ആംഗിൾ? ക്രിറ്റിക്കൽ ആംഗിൾ വന്ന് വീഴുമ്പോൾ അത് സർഫസിലൂടെ, ആ എയർ ലെയറിന്റെ സർഫസിലൂടെ കടന്നു പോകും. ബിയോണ്ട് ദാറ്റ് വീണ്ടും നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ ആക്കി കഴിയുമ്പോൾ എന്ത് പ്രതിഭാസം നടക്കും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ദ എൻറ്റയർ ലൈറ്റ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സെയിം മീഡിയം. ഒടിഞ്ഞ് ദെൻ അത് ഒബ്സർവറിന്റെ കണ്ണിൽ വന്ന് വീഴും. അത് എൻറ്റയർ ലൈറ്റ് റിഫ്ലക്റ്റഡ് ബാക്ക് നേരെ വന്ന് ഒബ്സർവറിന്റെ കണ്ണിൽ വന്ന് വീഴും. ഒബ്സർവറിന് എന്ത് ഫീലിംഗ് ഉണ്ടാവും നോക്കാം നമുക്ക്. ഒബ്സർവർ ഈ ട്രീനെ ഒരു തലതിരിഞ്ഞ ഇമേജ് ആയിട്ട് നമ്മുടെ വെള്ളത്തിൽ കാണുന്ന പോലെ, ഒരു പോണ്ടിൽ കാണുന്നത് പോലെ ഇതിൻ്റെ ഒരു റിഫ്ലക്റ്റ് ഇമേജ് കാണാൻ സാധിക്കുന്നു. ഇതൊരു മരീചികയാണ്. ഇങ്ങനെ ആക്ച്വലി ഇവിടെ വെള്ളം കിടപ്പുണ്ടോ? ഇല്ല. നമ്മൾ ഈ ഒബ്സർവർ കുറച്ചും കൂടെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഇവിടുന്ന് അപ്രത്യക്ഷമാവും. എന്താ കാര്യം? നിങ്ങൾ അടുത്തോട്ട് വരുമ്പോൾ എന്ത് പറ്റും? ഈ ആംഗിളിനെ കോട്ടം തട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞു? എയറിന് പല ലേയേഴ്സ് ആണുള്ളത്. മുകളിലോട്ട് പോകുന്നതോറും ഡെൻസിറ്റി കുറഞ്ഞ് വരും. അപ്പോൾ ഇതിനകത്ത് നേരെ തിരിച്ചാണ്. റോഡ് ചൂട് പിടിച്ച് കിടക്കുന്നതിൻ്റെ ഫലമായിട്ട് റോഡുമായിട്ട് കോണ്ടാക്ട് വരുന്ന ലേയേഴ്സ് എന്തായി? റെയറർ മീഡിയമായി. അപ്പം മുകളിലുള്ള ലെയർ എന്തായി? ഡെൻസർ മീഡിയമായി. അപ്പം നമ്മൾ പറയുമ്പോൾ ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയം, ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഒന്നാമത്തെ കണ്ടീഷൻ ലൈറ്റ് ഡെൻസർ മീഡിയം ടു റെയർ മീഡിയം വരികയാണ്. ബെൻഡ് എവേ ഫ്രം ദ നോർമൽ, പുറത്തേക്ക് ബെൻഡ് ചെയ്യും. അങ്ങനെ ബെൻഡ് ചെയ്ത് ഒരു പ്രത്യേക ആംഗിൾ കഴിയുമ്പോൾ, ക്രിറ്റിക്കൽ ആംഗിൾ കഴിയുമ്പോൾ ദ എൻറ്റയർ ലൈറ്റ് റിഫ്ലക്റ്റഡ് ബാക്ക് സെയിം മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്യും. ആ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഒബ്സർവറിന്റെ കണ്ണിൽ വന്ന് വീഴുന്നു. ഒബ്സർവറിന് എന്തൊരു ഫീലിംഗ് ഉണ്ടാവുന്നു? ഇതിൻ്റെ ഒരു ഇൻവേർട്ടഡ് ഇമേജ് ഒരു വെള്ളത്തിൽ കാണുന്നത് പോലെ തോന്നുന്നു. ഈ തോന്നലാണ് എന്തെന്ന് പറയുന്നത്? മിറാഷ് എന്ന് പറയുന്നത്. ഇങ്ങനൊരു ആക്ച്വൽ സംഭവം ഇല്ല.
നമ്മൾ കുറച്ചും കൂടി അടുത്തോട്ട് വരികയാണെങ്കിൽ ഇത് ഇവിടുന്ന് അപ്രത്യക്ഷമാവും. നമ്മൾ വാഹനത്തിൽ പോവുകയാണ്, സ്ട്രെയിറ്റ് റോഡിലൂടെ ഒരു ഹൈവേയിലൂടെ പോകണം, നട്ടുച്ച നേരത്തെ പോവുകയാണ്. അപ്പോൾ അങ്ങ് ദൂരെ വെള്ളം കിടക്കുന്നത് പോലെ തോന്നലാണ്. അത് നടക്കണമെങ്കിൽ 2 കാര്യങ്ങൾ പാലിക്കണം. ഒന്ന്, പകൽ സമയത്ത് പോയാൽ ഇതുപോലത്തെ ഒരു പ്രതീതി ഉണ്ടാവോ, മരീചിക ഉണ്ടാവോ, ഒരു തോന്നലുണ്ടാവോ? ഇല്ല, ഉണ്ടാവില്ല. ഒരു മഴയുള്ള ദിവസം പോയാലുണ്ടാവോ? ഇല്ല. നട്ടുച്ച നേരത്ത് പോയാൽ മാത്രമേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. ഈ നട്ടുച്ച എന്ന് പറയുമ്പോഴാണ് എന്താണ് ഈ ഒരു പ്രതിഭാസം പാലിക്കപ്പെടുന്നത്, എന്താ ഡെൻസർ റെയറർ എന്നുള്ള കൺവേർഷൻ വരുന്നത്. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. നട്ടുച്ച നേരത്ത് അല്ല ഡെസേർട്സിൽ മാത്രം ഇത് കാണുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ, നമുക്ക് ആറോടിച്ച് പോവുകയാണ്, നേരെ കാറിന്റെ മുമ്പിൽ ഇത് കാണാൻ സാധിക്കുമോ? ഇല്ല. നേരെ മുമ്പിൽ കാണാൻ സാധിക്കുമോ? കുറച്ചും കൂടി ദൂരെ കാണാൻ സാധിക്കുമോ? ഇല്ല, അങ്ങ് ദൂരെയാണ് കാണുന്നത്. എന്താ കാര്യം? നേരെ മുമ്പിൽ കാണാൻ സാധിക്കുന്നില്ല. അങ്ങ് ദൂരെയാണ് കാണുന്നത്. കാരണം അങ്ങ് ദൂരെ. ആ സമയത്താണ് നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ പാലിക്കുന്നത്. എന്താണ്? നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏതിനെക്കാട്ടിയും ദൂരെയാവുന്നത് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആണത്. ആ സമയത്ത് മാത്രമാണ് നമ്മൾ എന്ത് കാണുന്നത്? ഈ മിറാഷ് മരീചിക കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി കാണാം. ഓക്കെ, താങ്ക് യു.